മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ കളി കണ്ടത് കാരണം ഇന്ന് നീക്കാനും വൈകി, സൗണ്ടൊക്കെ പോയി. ഇന്നലെ മറ്റേ കളമശ്ശേരി ടൗൺ ഹാളിൽ നല്ല കളി മറ്റേ സ്ക്രീൻ ഉണ്ടായിരുന്നു, നമ്മളുടെ റിപ്പോർട്ടർ ഇവിടെ അവിടെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഊബറിൻ്റെ ഓഫീസിൽ പോകണം. ഊബറിൻ്റെ കുറച്ച് പേപ്പർ വർക്ക് ഇതുണ്ട്, ഡോക്യുമെൻ്റൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്താൽ പക്ഷെ എന്തോ ഒരു എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓഫീസിൽ പോയി ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. റൂമിൽ നിന്ന് ഇറങ്ങി ചായയൊന്നും കുടിച്ചില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് റാപ്പിഡോ ഓൺ ചെയ്ത് നോക്കി. റാപ്പിഡോ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ചൊവ്വരന്ന് എയർപോർട്ടിലേക്ക് അടിച്ചു. ഇവിടുന്ന് 2 കിലോമീറ്ററാണ് പിക്കപ്പ് പോയിൻ്റ് ഉള്ളത്. പിന്നെ അവിടുന്ന് 8 കിലോമീറ്റർ. അപ്പോൾ അത് പോയിട്ട് പിന്നെ നേരെ എറണാകുളത്തേക്ക് വിടാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് തീരെ ഒഴിവില്ലാതെ കസ്റ്റമർ ക്യാൻസൽ അടിച്ചു. കാരണം ഇവിടെ നല്ല തിരക്കാണ് കാണുന്നത്. എത്താൻ ചിലപ്പോൾ സമയം എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു. അപ്പോൾ പിന്നെ ഇനി എറണാകുളം തന്നെ ഓടിക്കാം. ഊബറിൻ്റെ ഓഫീസിലൊക്കെ പോയി പരിപാടിയൊക്കെ ക്ലിയർ ആക്കി വന്നു. ഇപ്പോൾ എല്ലാം ആക്റ്റീവാണ്, ഊബറിൻ്റെ അക്കൗണ്ടും ആക്റ്റീവായി. അപ്പോൾ ഞാനിപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഊബറിൽ ഫസ്റ്റ് ട്രിപ്പ് അടിക്കാൻ നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 1:10 ആയിട്ടുണ്ട്. 1:45 വന്ദേ ഭാരത് ഉണ്ട്. അതിൽ നിന്നൊരു ട്രിപ്പ് അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ നമ്മൾ ഊബറിൽ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചു കേട്ടോ. ഒരു മാച്ച് ട്രിപ്പായിരുന്നു. ന്യൂക്ലിയസ് ടവർ ഉണ്ടല്ലോ ഇവിടെ മരടിൽ, ന്യൂക്ലിയസ് ടവറിലേക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എറണാകുളം ഭാഗത്തേക്ക് അങ്ങോട്ട് റെയിൽവേയുടെ അങ്ങോട്ടോ അല്ലെങ്കിൽ ആലുവ ഭാഗത്തേക്ക് അത് കിട്ടുമോ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോഴേ നമ്മുടെ CNG ഒക്കെ തീർന്നിട്ടുണ്ട്. ഇന്നലെ CNG അടിച്ചിരുന്നു, ഫുൾ ടാങ്ക് ആക്കിയിരുന്നതാണ്. ഇന്നലെ കാര്യമായിട്ട് ഓട്ടമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. കാരണം ഇന്നലെയല്ലേ ഞാൻ വീട്ടിൽ നിന്ന് വന്നത്. പിന്നെ ഒക്കെ ക്ലിയർ ചെയ്ത് റാപ്പിഡോയും കേരള സവാരിയും ഒക്കെ സെറ്റാക്കി അതിൽ 3-4 ട്രിപ്പ് കിട്ടി മൊത്തം. അതേ ഉള്ളൂ. പക്ഷേ ഇന്നലെ കളമശ്ശേരിക്ക് സൗണ്ടൊക്കെ പോയി കിടക്കുക. ഇന്നലെ കളമശ്ശേരി പോയിട്ട് ചാടി കളിച്ചിട്ട്. അപ്പോൾ ഇന്നലെ കളി കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ള ഓട്ടം കാരണം CNG ഏകദേശം തീർന്നിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പേട്ട മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു CNG പമ്പ്, അവിടുന്ന് ഇപ്പോൾ CNG ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി നോക്കാം. നേരെയാണ് പോവാൻ തോന്നുന്നില്ല, ഭയങ്കര ട്രാഫിക്കാണ് വൈറ്റില. അപ്പം ഞാൻ പേട്ട മെട്രോ സ്റ്റേഷൻ്റെ താഴത്ത് നിൽക്കുക. ചിലപ്പോൾ വല്ല ലോക്കലും കിട്ടിയിട്ട് വേറെ ഇതിലൂടെയും കയറി പോകാൻ പറ്റുക വെച്ചാൽ അങ്ങനെയാണ് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. വീഡിയോ എടുക്കുന്ന ഒരു കാര്യം നമ്മളെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ നമ്മൾ യൂട്യൂബിലെ ചാനൽ ഉണ്ടായിരുന്ന സമയത്ത്, ആക്റ്റീവായിരുന്ന സമയത്ത് വാങ്ങിയ മൈക്കുണ്ട്, അത് വീട്ടിലാണ്, എടുക്കാൻ മറന്നു. ഇനിയിപ്പോൾ നാളെ എന്താവെന്ന് പറയാൻ വയ്യ. കാരണം 21-ാം തീയതി ഇവിടെ സ്ട്രൈക്കാണെന്ന് പറയുന്നുണ്ട്. ഓൺലൈൻ ടാക്സി എല്ലാവരുടെയും സ്ട്രൈക്കാണെന്ന്. അപ്പോൾ ഞാൻ പുതിയതാണെന്ന് വിചാരിച്ചിട്ട് പിന്മാറാൻ പറ്റില്ലല്ലോ, അത് ശരിയല്ലല്ലോ സംഘടന ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ടും ഇതായിട്ടൊന്നുമില്ല. എന്നാൽ പോലും എല്ലാ ഓൺലൈൻ ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഇതാവുകയാണെന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ വീട്ടിലേക്ക് പോകും. പോയിട്ട് പിന്നെ അതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് വരാമെന്നാണ് വിചാരിക്കുന്നത്.